പുതിയ നാട്, പുതിയ ഭാഷ, പുതിയ ഭക്ഷണം, പുതിയ സംസ്കാരം. അപ്പോൾ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഫേസാണ്. അപ്പോൾ ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റ് ഫേസ് ആയിരിക്കും പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതും എനിക്കും ഇങ്ങനെ പോകണം എന്ന് നമ്മളെ ഭ്രമിപ്പിക്കുന്നതും അതാവാനാണ് സാധ്യത. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞ് അതിനെ മാസ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഐ മിസ് മൈ ഹോം എന്ന് പറയുന്നത് ഓക്കെയാണ്. പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു എപ്പോഴും ഇമോഷണലി അവൈലബിൾ ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ കാര്യം. നമ്മളിൽ തന്നെ ഹാപ്പിനെസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്ന്. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് സൈക്കോളജിസ്റ്റ് ആർ ദിവ്യശ്രീയാണ്. നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോൾ കുറച്ച് വർഷങ്ങളായി കണ്ടുവരുന്നതാണ് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഇതൊരു ട്രെൻഡായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. അപ്പം ഇത്തരത്തിൽ പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ജോലിക്കായി പോകുന്നവർ മാനസികമായി എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം? പുറത്തേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഓരോ വർഷം കഴിയും തോറും. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ ആവണമെന്നില്ല പലപ്പോഴും അവിടെ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്. നിരവധി മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് സൈക്കോളജിക്കൽ ഇഷ്യൂസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചിട്ട് നമ്മൾ അവെയർ ആയിരിക്കുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ കാര്യം. അതായത് പോകുമ്പോൾ നമ്മൾ സ്വപ്നം കാണുന്ന പോലെ സുഖകരമായ ഒരു അവസ്ഥയാവണമെന്നില്ല. പ്രധാനമായിട്ട് കൾച്ചർ ഷോക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലും മറ്റ് അവിടെ എത്തുന്ന വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്ന പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടെ ജീവിതം എളുപ്പമാണ് എന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ തെറ്റിദ്ധരിക്കുന്നുണ്ടല്ലോ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കൾച്ചറൽ ഷോക്ക് ഉണ്ട്. അതായത് ഇവിടുന്ന് അവിടെ എത്തിക്കഴിയുമ്പോൾ ഫുഡിലായിക്കോട്ടെ, ക്ലൈമറ്റിലായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് വിവിധ കാര്യങ്ങളിൽ. അപ്പം അത്തരം കാര്യങ്ങൾ കുട്ടികൾ എങ്ങനെയാണ് നേരിടേണ്ടി വരുന്നത്? കൾച്ചർ ഷോക്ക് എന്ന് പറയുന്നത് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, നമ്മൾ ജോലി കിട്ടിയിട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ അതുവരെയും നമ്മൾ ജീവിച്ചു വന്നിരുന്ന എൻവയോൺമെൻറ്റിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കൾച്ചറിലേക്ക് പോകുമ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റ് ഫേസിൽ എല്ലാവരും കടന്നു പോകുന്ന ഒരു കാര്യം തന്നെയാണ്. സത്യത്തിൽ കൾച്ചർ ഷോക്കിനെ തന്നെ അതിന് 4 പ്രധാനമായിട്ടുള്ള ഫേസസ് ഉണ്ട്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് ഹണിമൂൺ ഫേസ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന നമ്മുടെ കുറേ ഫാൻസി, നമ്മൾ പുതിയൊരു നാട്ടിലെത്തുന്നു, പുതിയ നാട്, പുതിയ ഭാഷ, പുതിയ ഭക്ഷണം, പുതിയ സംസ്കാരം. അപ്പോൾ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഫേസാണ്. അത് കഴിയുമ്പോഴാണ് ക്രൈസിസ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് മെല്ലെ മെല്ലെ നമ്മൾ അതൊക്കെ കണ്ടറിഞ്ഞു, പക്ഷേ കുറേ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാം. അതായത് ലോൺലിനെസ് വരാം, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ക്രൈസിസ്, അതായത് ഹോം സിക്നെസ് വരാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രെസ്സ് വരുന്നു, പഠിക്കാൻ പോയതാണെങ്കിൽ അക്കാഡമിക് സ്ട്രെസ്സ് വരുന്നു. അപ്പോൾ ഇതൊരു ക്രൈസിസിലെത്തിക്കും. ഈ ക്രൈസിസ് ഫേസ് കഴിയുമ്പോൾ പതുക്കെ നമ്മളൊരു റിക്കവറി ഫേസിലേക്ക് വരികയും ആ കൾച്ചറുമായിട്ട് മെല്ലെ അഡാപ്റ്റഡ് ആയിട്ട് വരികയും ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഫേസിലേക്ക് വരുന്നത്. അതായത് പൂർണ്ണമായിട്ടും നമ്മൾ ആ കൾച്ചറുമായിട്ട് അഡ്ജസ്റ്റഡ് ആവുന്നു, അവിടെ നമ്മൾ ഇഷ്ടപ്പെട്ട് ജീവിച്ചു തുടങ്ങുന്നു. അപ്പോൾ ഈ ഒരു യു കേർവ് ആണ് നമുക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ചിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ ഈ സ്റ്റേജിൽ ഓരോന്നിലൂടെയും കടന്നു പോകും. അപ്പോൾ ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റ് ഫേസ് ആയിരിക്കും പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതും എനിക്കും ഇങ്ങനെ പോകണം എന്ന് നമ്മളെ ഭ്രമിപ്പിക്കുന്നതും അതാവാനാണ് സാധ്യത. ഇത്രയും ദൂരെ ആയതുകൊണ്ട് തന്നെ ഇപ്പം ജോലിക്കോ പഠനത്തിനോ ഒക്കെ പോകുന്നവർക്ക് വേഗത നാട്ടിലേക്ക് തിരിച്ചെത്തുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അവർക്ക് ഭയങ്കര ഒരു ഹോം സിക്നെസ് ഉണ്ടാവും. അപ്പം വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഈ ഹോം സിക്നെസ് കൈകാര്യം ചെയ്യേണ്ടത്? ഹോം സിക്നെസ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ അതൊരു വീക്ക്നെസ് ആണ്, അങ്ങനെയൊന്നും അതിനെപ്പറ്റി നമ്മൾ ധരിക്കേണ്ട ആവശ്യമില്ല. സത്യത്തിൽ ഹോം സിക്നെസ് എന്ന് പറയുന്നത് വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മളതിനെ അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞ് അതിനെ മാസ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഐ മിസ് മൈ ഹോം എന്ന് പറയുന്നത് ഓക്കെയാണ്. പിന്നെ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ ഹോം അവിടെ നമ്മൾ മിസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ മൈക്രോ റുട്ടീൻസ് ഉണ്ടാക്കുക എന്ന് പറയും. ഉദാഹരണത്തിന് നമ്മുടെ അമ്മയുടെ ഭക്ഷണം നമ്മൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മ ഉണ്ടാക്കുന്നതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമുക്ക് അവിടെ ഉണ്ടാക്കി നോക്കാം. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ സിനിമകളൊക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ, അത് കാണുക, നമ്മുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കുക. അപ്പോൾ പതുക്കെ പുതിയ സ്ഥലത്തെ നമ്മളുടെ ഹോമാക്കാനുള്ള നമ്മുടെ ശ്രമങ്ങൾ അവിടെ നടക്കും. പിന്നെ അതോടൊപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, നമ്മുടെ സെൽഫ് കെയറിൽ ഫോക്കസ് ചെയ്യുക. ഈ ഹോം സിക്നെസ് എന്ന് പറയുന്നൊരു കാര്യം അവിടെ ഇരിക്കെ തന്നെ പുതിയ നാട് അല്ലെങ്കിൽ പുതിയ സ്ഥലത്തെ ഇഷ്ടപ്പെടാനുള്ള കാര്യങ്ങൾ കുറേ നമ്മൾ കണ്ടുപിടിക്കണം, എക്സ്പ്ലോർ ചെയ്യുക, അതിലേക്ക് അങ്ങ് ഇൻവോൾവ് ആവുക എന്ന് പറയുന്നത് കുറച്ച് കൊണ്ടുവരും. പക്ഷേ ഏതായിരുന്നാലും ആ പോകുന്ന വ്യക്തി മാത്രമല്ല, അവരുടെ ഫാമിലി കൊടുക്കുന്ന സപ്പോർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പാരൻസിൻ്റെ ഭാഗത്തു നിന്ന്
ഒരു എപ്പോഴും ഇമോഷണലി അവൈലബിൾ ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ തന്നെ ഹോം സിക്നസ് കുറേ കുറഞ്ഞു വരും. അവിടെ ഒരു പുതിയൊരു എൻവയോൺമെന്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിരിക്കില്ല. നമ്മുടെ വൈബിനുള്ള സുഹൃത്തുക്കളെ കിട്ടണം, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികളാണെങ്കിൽ ഒരു മലയാളീസിനെ കണ്ടുമുട്ടണം. പക്ഷെ ഇപ്പം ഭയങ്കര നോർമലായിട്ട് കിട്ടും. പക്ഷെ അതിലേക്കൊരു സൗഹൃദമൊക്കെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ ഒരു ഫേസിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ലോൺലിനെസ്സിന് കയറി വരാൻ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് എക്സ്ട്രാ ചെയ്യാൻ പറ്റും? ലോൺലിനെസ് എന്ന് പറയുന്നതിനെ നമുക്ക് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ നമുക്ക് സത്യത്തിൽ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളിൽ തന്നെ ഹാപ്പിനെസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തേത്, ലോൺലിനെസ്സിനെ ശരിക്കും നമുക്ക് നമ്മുടെ വിശപ്പ് പോലെ കാണാം. നമ്മൾ പുതിയൊരു നാട്ടിലെത്തുന്നു, ഓക്കെ, അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കുകയാണ്. ആ വിശക്കുന്ന സമയത്ത് അതിന് എന്താ പരിഹാരം? ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. സോ എത്തുന്ന സ്ഥലത്ത് നമ്മൾ ലോൺലി ആയിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ ആളുകൾ തന്നെയാണ് അതിനുള്ള ഉത്തരം. നമ്മൾ അവിടെ പുതിയ കണക്ഷൻസ്, മീനിങ് ഫുൾ ആയിട്ടുള്ള കണക്ഷൻസ് കണ്ടെത്താൻ ശ്രമിക്കുക തന്നെ വേണം. അപ്പോൾ അത് ഒരുപാട് വഴികളുണ്ട്. ഇപ്പം മറ്റു രാജ്യങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഒന്ന് നേരത്തെ ചോദിച്ച നൊസ്റ്റാൾജിയും ഹോം സിക്നസ്സും ലോൺലിനെസ്സും ഒക്കെ ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ കൾച്ചറൽ അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഓണം വിഷു ഒക്കെ അവരുടെ കൂടെ ആഘോഷിക്കാം. പിന്നെ അതുപോലെ യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ് പഠിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെയും ക്ലബ്ബുകൾ ഉണ്ടാവും. അപ്പം സിമിലർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ നമുക്ക് കണ്ടെത്താനുള്ള വഴികൾ അവിടെ ഉണ്ട്. അപ്പം ഞാൻ ലോൺലി ആണ് എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കാതെ ഓക്കെ ഇത് മാറ്റാനുള്ള പരിപാടികൾ ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് ഇറങ്ങുക. അതാണ് ആളുകളുമായി കണക്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സ്വയം എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനർ ഉപയോഗിച്ച് നമ്മുടെ ഒരു ഡേ, ഒരു റുട്ടീൻ ഒന്ന് സ്ട്രക്ചർ ചെയ്തെടുക്കുക. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളടക്കം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അതായത് ചെറിയ കാര്യം ഉദ്ദേശിച്ച് ഇന്ന് വീട്ടിൽ വിളിക്കണം, ഓക്കെ, ഇന്ന സ്ഥലത്തേക്ക് ഒരു വാക്കിന് പോവാം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എഴുതി വയ്ക്കുക, അത് ചെയ്ത് നോക്കുക. അപ്പോൾ പതിയെ നമ്മൾ അതായത് നമുക്കൊരു പേർപ്പസും സേഫ്റ്റിയും തരും എന്നാണ് സൈക്കോളജി പറയുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത്. സോ ഇത് ചെയ്ത് നോക്കുക. പിന്നെ വെച്ചാൽ നമ്മുടെ തോട്ട്സ് കുറേ കൂടെ ജേർണലിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന തോട്ട്സൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വേദിയാവും. അപ്പോൾ ഇങ്ങനെ 2 സൈഡും നമ്മളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരെ ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടെ ചെയ്യുമ്പോൾ ലോൺലിനെസ്സിനെ നമുക്ക് കുറച്ചെടുക്കാം. ഈ ജേർണലിംഗ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ, എനിക്ക് തോന്നുന്നു, ഓവർ തിങ്ക് ചെയ്യുന്ന പല കാര്യങ്ങൾക്ക് ഒരു ഉത്തരം കൂടി ആയിരിക്കും ജേർണലിംഗ് ചെയ്യുമ്പോൾ. എന്താണ് എന്നെ ഇത്രമാത്രം പുറകോട്ട് വലിക്കുന്നത്, അല്ലെ എന്നെ എന്താണ് അഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് കണ്ടെത്താനും ഈ ജേർണലിംഗ് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സഹായകമായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിൽ പല തോട്ട്സ് ആയിരിക്കും. അതെല്ലാം കൂടെ കൂടിക്കുഴഞ്ഞ് കിടക്കുമ്പോൾ നമുക്കതിനെ വേർതിരിച്ചെടുക്കാനും ഒന്ന് അടുക്കി വയ്ക്കാനും പറ്റും. ആ അടുക്കി വയ്ക്കലിന് തന്നെ കുറേ പ്രോബ്ലംസ് സോൾവ് ആവും. പിന്നെ മറ്റൊന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മളെപ്പോഴും എഴുതുന്ന സമയത്തൊക്കെ നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കും. പക്ഷേ നമ്മുടെ ലൈഫിൽ കുറേ നല്ല മൊമെൻറ്റ്സ് ഉണ്ട്. അതായത് ഓരോ ദിവസവും ചെറിയ കുറേ നല്ല കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇഷ്ടമുള്ളൊരു ഭക്ഷണം കഴിക്കുന്നു, ഒരു ചായ കുടിക്കുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുതിയൊരാളെ മീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം കാണുന്നു. ഇതൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നമുക്ക് സന്തോഷം ഫീൽ ചെയ്യാൻ വലിയ കാര്യങ്ങൾ സംഭവിക്കണമെന്നും സങ്കടപ്പെടാൻ ചെറിയത് മതി എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അപ്പം ഇതൊന്ന് മാറ്റിയിട്ട് എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പോസിറ്റീവ് തോട്ട് ലോഗ് പോലെ ഈ ജേർണലിംഗ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ഇന്നത്തെ ദിവസം എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള 3 നല്ല കാര്യങ്ങൾ, അറ്റ്ലീസ്റ്റ് 3 എന്തൊക്കെയാണെന്നൊന്ന് എഴുതി വെച്ച് നോക്കുക. അപ്പോൾ ഇത് ഒരു ശീലമാക്കുകയാണെങ്കിൽ പോകെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്, എൻ്റെ ലൈഫ് അത്ര മോശമല്ല എന്ന് നമുക്ക് തന്നെ തോന്നും. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഒക്കെ വരുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എടുത്ത് മറിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് കുറെ കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം, എൻ്റെ ലൈഫിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നായിരിക്കും. നെഗറ്റീവ് തോട്ട് പ്രോസസ്സ് ചെയ്യുന്നതിനനുസരിച്ച് നെഗറ്റീവ് കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കും എന്ന് പറയാറുണ്ടല്ലോ. അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മൈൻഡ് പോസിറ്റീവ് ആകുന്നതോടുകൂടി അപ്പം തന്നെ നമ്മുടെ ചുറ്റോട്ടവും പോസിറ്റീവ് ആകാനുള്ളൊരു സാധ്യതയുമുണ്ട്. തീർച്ചയായും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം ഇവിടുന്ന് പഠിക്കാനായിട്ട് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ച് നമുക്ക് ടീച്ചേഴ്സ് നോട്ട് തരുന്നു. ഒരു +2 വരെ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം രീതിയിലൊന്നും ആയിരിക്കത്തില്ല പഠന രീതികളൊക്കെ. അപ്പം അത്തരത്തിലുള്ള ഒരു സ്ട്രെസ് വിദ്യാർത്ഥികൾ നേരിടേണ്ടി വരും. ഈ ഭയങ്കരമായിട്ടുള്ള ഒരു പറിച്ചുനടൽ അവിടെ സംഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പഠിക്കാനുള്ള എങ്ങനെ മെറ്റീരിയൽ തയ്യാറാക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ അറിയില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ ഇത്തരത്തിലുള്ള സ്ട്രെസ്സുകൾ കുട്ടികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? അതായത് അക്കാഡമിക് സ്ട്രെസ് എന്ന് പറയുന്നത് വെച്ചാൽ കുട്ടികൾ പുറത്തു പോകുന്ന കുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള സ്ട്രെസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്.
അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അക്കാഡമിക് സ്ട്രെസ് എന്ന് പറയുന്നത്. അതിൽ ഒരു റീസൺ പലപ്പോഴും കാണാറുള്ളത് ലാംഗ്വേജിൻ്റെ ഒരു ബാരിയറാണ്. അതായത് ഇവിടെ നമ്മുടെ തോട്ട്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. പക്ഷേ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ചും നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ഒക്കെ ഉള്ളിടത്തേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ എത്രത്തോളം എഫക്റ്റീവായിട്ട് നമ്മുടെ ആശയങ്ങളെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം എന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഞാനൊരു ഇൻകാപ്പബിൾ ആണ് എന്ന് പറയുന്നൊരു തോന്നൽ വരാം. അപ്പോൾ അതൊരു സ്ട്രെസ് ഉണ്ടാക്കും. അപ്പോൾ ഒരു എസ്സേ എഴുതുന്ന സമയത്ത്, ഒരു അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഒരു പ്രസൻറ്റേഷൻ, ഒരു ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ വരുന്ന സമയത്ത് കുട്ടികളെ ഇത് ബുദ്ധിമുട്ടിലാക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ വളർന്നു വരുന്നൊരു രീതി എന്ന് പറയുന്നത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ പെർഫെക്ഷൻ എന്ന് പറയുന്ന സാധനം അങ്ങോട്ട് എടുത്തു മാറ്റിയിട്ട് ഞാൻ ഒരു പ്രോഗ്രസിൻ്റെ വഴിയിലാണ്, ഓക്കെ, ഐ എം ലേണിംഗ് സംതിങ് ന്യൂ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് അറ്റംപ്റ്റ് ചെയ്യാം. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, അവിടെ തന്നെ യൂണിവേഴ്സിറ്റീസിലൊക്കെ നമ്മൾ സ്റ്റുഡൻറ്റ് സപ്പോർട്ടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം റൈറ്റിംഗ് കറക്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ കുറേ റിസോഴ്സസ് ഉണ്ട്. അപ്പം മടിച്ച് നിൽക്കാതെ അതൊക്കെ ആക്സസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒന്നുമില്ല, ഈവൻ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂ ആണെങ്കിൽ പോലും നമുക്ക് അവിടെ കൗൺസിലേഴ്സിനെ കാണാം, സംസാരിക്കാം, എല്ലാത്തിനുമുള്ള പോസിബിലിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു മൂവ് നടത്താത്തത് നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു ഭയം കൂടി ആയിരിക്കില്ലേ അതിനകത്തേക്ക് വിദ്യാർത്ഥികൾ എത്തിപ്പെടാത്തത്? തീർച്ചയായിട്ടും അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. എന്നെ നെഗറ്റീവായിട്ട് ഇവാലുവേറ്റ് ചെയ്യും, എന്നെ അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ എന്നെ കൊള്ളില്ല എന്ന് ഇവർ വിചാരിക്കുമോ എന്ന് പറയുന്ന തോന്നലാണ്. അത് ശരിയാണ്, അത് ഒരു റീസണാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തരം കുട്ടികളുടെ അടുത്ത്, അതായത് കറക്റ്റ് സമയത്തിന് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എഴുതിയത് പ്രോപ്പർ ആവുന്നില്ല, പ്രസൻറ്റേഷൻ ശരിയാവുന്നില്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാകുന്ന പറഞ്ഞാൽ മെല്ലെ മെല്ലെ ഞാൻ ഇൻകാപ്പബിൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മെല്ലെ നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് നാളത്തേക്ക് വെക്കാം, മാറ്റി വെക്കുന്നു. ലാസ്റ്റ് മൊമെൻറ്റ് വരുമ്പോഴത്തേനും നമുക്ക് ഓവർലോഡ് വരും, എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്ത് തീർക്കേണ്ട അവസ്ഥ വരുന്നു, അപ്പോൾ പറ്റുന്നില്ല. ആ സമയത്ത് നമ്മളാകെ തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. സോ അക്കാഡമിക് സ്ട്രെസ്സ് നമുക്ക് പോകുമ്പോൾ തന്നെ മനസ്സിലാവും, എനിക്ക് പറ്റുന്നില്ല. ഈ ലെക്ചർ കേൾക്കുമ്പോൾ എനിക്കറിയാമോ, എനിക്ക് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ എഴുതി ഒരു അസൈൻമെൻറ്റ് വയ്ക്കുമ്പോൾ അതിൽ കറക്ഷൻസ് വരും, ഓക്കെ ഇതെന്നെ കൊണ്ട് പറ്റുന്നില്ലേ, അപ്പോൾ എവിടെയാണ് എനിക്ക് ഹെൽപ്പ് വേണ്ടത്, ആ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡിലേ ചെയ്യാതെ ഇമ്മീഡിയറ്റ്ലി അത് സോൾവ് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് മാം ഇപ്പോൾ മെൻഷൻ ചെയ്തല്ലോ. അപ്പം അത്തരത്തിലുള്ള കുട്ടികൾ എന്തൊക്കെ തരത്തിലുള്ള സ്ട്രെസ്സിലൂടെ കടന്നു പോകും, അതോടൊപ്പം തന്നെ അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾ മാമിൻ്റെ അടുത്തേക്ക് കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട് എത്താറുണ്ടോ, ഓൺലൈൻ വഴി സെക്ഷനൊക്കെ ആയിട്ട്? തീർച്ചയായിട്ടും. അതായത് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കും. അതായത് ഒരു കുഴപ്പമില്ല, ചെന്നാൽ മതി എന്ന് പറയും. അത് സത്യമാണ്. ഇവിടുത്തെ പ്രശ്നം നമ്മുടെ ഭാഷ എന്ന് പറയുന്നതല്ലല്ലോ അവിടെ, അത് വ്യത്യാസം തന്നെയാണ്. നമ്മളത് അഡ്മിറ്റ് ചെയ്യുക, ഓക്കെ ഇറ്റ് വിൽ ടേക്ക് ടൈം ഞാനത് പഠിക്കാൻ. നമ്മൾ ഭാഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ പെർഫെക്ഷനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല. അത് നമ്മൾ ഫ്ലുവൻ്റ് ആവുന്നത് എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം പരമാവധി ഇൻഫോർമൽ സെറ്റിങ്ങിലൊക്കെ കമ്മ്യൂണിക്കേഷൻ കൂട്ടുക. എനിക്കൊന്നും അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ ഭാഷയിൽ ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ റൂമിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഭാഷയുമായി ബന്ധപ്പെട്ട പ്രശ്നം മാറില്ല. അതിന് നമ്മളിപ്പോൾ കടകളിൽ പോവുക, ആളുകളോട് സംസാരിക്കുക, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സ്റ്റുഡൻസിൻ്റെ ഫോറം, ക്ലബ്ബ്, ഇതൊക്കെ ഉണ്ടാവും. ഈവൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ തന്നെ ഫോറംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും സംസാരിച്ച് തുടങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതുപോലെ തന്നെ നമ്മളിപ്പം പെർഫെക്റ്റ് ആയിട്ടിരിക്കുക എന്നൊരു ടേം ഉപയോഗിച്ചല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഇതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ കാണുന്ന റീലെല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ അവിടെ ജോലിക്ക് പോയിട്ട് ലൈഫ് കാണുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നു, അവർ ട്രിപ്പ് പോകുന്നു. നമ്മൾ പണ്ട് റീലിലോ അല്ലെങ്കിൽ ഫോട്ടോയിലോ മാത്രം കണ്ട സ്ഥലങ്ങൾ അവർ കാണുന്നു. അപ്പോൾ ഈ ഞാൻ പെർഫെക്റ്റ് ആയിരിക്കണം, ഞാൻ അവരെ പോലെ ആയിരിക്കണം എന്ന ചിന്ത കുട്ടികളെ അല്ലെങ്കിൽ ഈ ജോലിക്ക് പോകുന്നവരൊക്കെ മാനസികമായിട്ട് സമ്മർദ്ദത്തിലാഴ്ത്തില്ലേ? തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു ഫിൽറ്റേർഡ് ഇല്യൂഷൻ ഓഫ് പെർഫെക്ഷനിസം എന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ സത്യത്തിൽ പെർഫെക്റ്റ് എന്ന് പറയുന്നൊരു സാധനം ഇല്ല, അത് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ഇപ്പോൾ ക്രിസ്റ്റീനയുടെ പെർഫെക്റ്റ് ആയിരിക്കില്ല എൻ്റെ പെർഫെക്റ്റ് എന്ന് പറയുന്നത്, അത് വ്യത്യാസമായിരിക്കും. പക്ഷേ ഇപ്പം സോഷ്യൽ സൈക്കോളജിയിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അതായത് ഗ്രൂപ്പ് കൺഫോമിറ്റി എന്ന് പറഞ്ഞിട്ട്. ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാവണമെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആവണം. ഓക്കെ, സോ ഞാനൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആവണമെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിൽ ഞാൻ നല്ലതാണ് എന്ന് ആളുകൾ പറയണമെങ്കിൽ ഇങ്ങനെ വേണം. അപ്പം ഞാനിടുന്ന എൻ്റെ ഫോട്ടോസ് ആയാലും ഞാൻ കാണിക്കുന്ന കാര്യം, പുറമേ കാണിക്കുന്ന കാര്യങ്ങളായാലും എല്ലാം അതിനോട് ചേരുന്നതായിരിക്കും. ഇതിനു മുമ്പ് ആളുകൾ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും ഒത്തിരി വ്യൂ കിട്ടുന്ന, ആളുകൾക്ക് കാണാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെ ഇവരും ചെയ്യും.
അപ്പോൾ അതാണ് യാഥാർത്ഥ്യം എന്ന് നമുക്ക് തോന്നുന്നിടത്താണ് നമുക്ക് തെറ്റുപറ്റുന്നത്. അതിലേക്ക് എത്തിപ്പെടാൻ എടുക്കുന്ന ഒരു സ്ട്രെസ്സും ഭയങ്കരമായിട്ട് അവരെ മാനസികമായി ബാധിക്കില്ലേ? തീർച്ചയായിട്ടും. കാരണം ഓൾറെഡി മറ്റു പലതരം സ്ട്രെസ് ഉള്ളതാണ്. അപ്പോഴാണ് നമ്മൾ ഈ ആളുകളുടെ, അതായത് ഒരു സോഷ്യൽ വാലിഡേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണിത്. ഇത് ആളുകളുടെ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. ഇപ്പോൾ പലപ്പോഴും പല കുട്ടികളും പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ സോഷ്യൽ മീഡിയ കാണുന്ന ലൈഫല്ല മാഡം എൻ്റെ ശരിക്കുള്ള ലൈഫ്. അതായത് ഇവർക്ക് കുറേ സങ്കടങ്ങളുണ്ട്, കുറേ സ്ട്രെസ് ഉണ്ട്, കുറേ പ്രശ്നത്തിലൂടെയാണ് പോകുന്നത് കുട്ടികൾ. അപ്പോൾ അത് ഷെയർ ചെയ്യാൻ ഒരാളില്ല, അത് പറയാൻ അവർക്ക് പേടിയാണ് പലപ്പോഴും. കാരണം എന്ന് വെച്ചാൽ അത്രയും പ്രഷറുണ്ട് അവരുടെ മേലെ. അതായത് നമ്മുടെ സ്വന്തം ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ്. ഒരുപാട് പേര് സ്വാഭാവികമായിട്ടും വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് പോസിറ്റീവായും നെഗറ്റീവായിട്ടും അവരെ തടഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ വിട്ടുപോയി അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ കുറേ സ്ട്രെസ്സിനകത്തേക്ക് പെട്ടുപോവാണ്. അപ്പം അത് മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റാതെ ഉള്ളിൽ കൊണ്ട് നടക്കുകയും അതേസമയം സോഷ്യൽ വാലിഡേഷന് വേണ്ടിയിട്ട് ഞാൻ ഓക്കെയാണ് എന്ന് കാണിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും ക്രൈസിസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ഒരു കാര്യമാണ്, ഇവിടുന്ന് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ പഠനത്തോടൊപ്പം തന്നെ ജോലിയും ചെയ്യേണ്ടി വരും. അപ്പം അത് പലർക്കും പാർട്ട് ടൈം ജോലി കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇപ്പം ജർമ്മനിയിലായിക്കോട്ടെ UK യിലായിക്കോട്ടെ അവർ പോകുമ്പം അവർ പറയുന്ന ഒരു സാധനം, പഴയതുപോലെ അവർക്കിപ്പം ജോലി കിട്ടാനില്ല. ഇവിടെ പക്ഷേ വലിയ ലോൺ എടുത്ത് വെച്ചിട്ടായിരിക്കും ഇവർ പോയിട്ടുണ്ടാവുക. ഒന്നാമത്തെ കാര്യം, ഇത്ര മണിക്കൂറേ സ്റ്റുഡൻസിന് ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു കണ്ടീഷനുണ്ട്. അതോടൊപ്പം ഇവർക്ക് ഇവിടുത്തെ ലോൺ അടച്ച് തീർക്കാൻ പറ്റുന്ന സാമ്പത്തികം ലഭിക്കുന്ന രീതിയിലുള്ള ജോലി കിട്ടാതിരിക്കുകയും ചെയ്യും. അപ്പം നമ്മളോട് നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്ന ഒരു കാര്യമാണ്, എന്ന് ചത്താ മതി എന്ന് തോന്നുകയാണ്, ഈ നാട്ടിലേക്ക് ഇപ്പോൾ ഒന്നും തിരിച്ചു വരാൻ പറ്റില്ല, ഇവിടെ പട്ടിണി കിടക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 30,000 രൂപയെങ്കിലും വേണം, അവിടെ നിങ്ങൾക്ക് വെറുതെ എങ്കിലും പട്ടിണി കിടക്കാലോ, ഇതൊന്നും ഈ കാണുന്ന ഒന്നും അല്ല ലൈഫ് എന്നിങ്ങനെ അവരിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നമ്മളോട് പറയാറുണ്ട്. പക്ഷെ നമ്മൾ കാണുമ്പം ഇതായിരിക്കില്ല അവരുടെ ലൈഫ്, സോഷ്യൽ മീഡിയയിൽ ഇപ്പം പറഞ്ഞതുപോലെയുള്ള ലൈഫ് കാണുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് അവർ അഭിമുഖീകരിക്കേണ്ടത്? അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം ഒരു സ്ഥലത്ത് ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നു, പാർട്ട് ടൈം ആയിട്ട് നമ്മൾ അവിടെ ഒരു ജോബ് നോക്കുന്നു. ഓക്കെ, ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാനാണ് പോകുന്നതെങ്കിൽ നമ്മുടെ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് പഠിത്തം തന്നെയാണ്. ഓക്കെ, അതിന് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ മാർഗങ്ങളാണുള്ളത്, അതാണ് ജോലി. ഒരിക്കലും ഇത് രണ്ടും തമ്മിൽ അങ്ങ് ഇടകലർന്ന് പോകാൻ പാടില്ല. കൃത്യമായ ബൗണ്ടറി വേണം. ഞാൻ ഇന്ന കോഴ്സ് ചെയ്യാനാണ് വന്നത്, ആ കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും, അതിനുവേണ്ടി കുറച്ച് സമയം നീക്കി വെക്കുകയും ഒപ്പം തന്നെ പാർട്ട് ടൈം ജോബ് നോക്കുകയും വേണം. അപ്പം അങ്ങനെ ജോലി കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചത് ക്രിസ്റ്റീന. അങ്ങനെ ജോലി കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മാക്സിമം അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ CV പല രീതിയിൽ ഉണ്ടാക്കുക, മാക്സിമം ഏതെല്ലാം സ്ഥലത്ത് എങ്ങനെയൊക്കെ കൊടുക്കാമോ ആ രീതിയിൽ കൊടുത്ത് അപ്ലൈ ചെയ്ത് നോക്കുക. നിരന്തരം, അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ പിന്നെ ഉറങ്ങുന്നത് വരെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നീക്കി വെച്ചേ പറ്റുള്ളൂ. അപ്ലൈ ചെയ്യുക, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് ഏതെങ്കിലുമൊക്കെ കിട്ടും. ഇത് കുറച്ച് നാൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് തന്നെ നമ്മളൊരു ടൈം സെറ്റ് ചെയ്ത് വെക്കണം, ഇത്ര നാളത്തേനാണ്. അത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ എന്താ, അതൊരു ബാക്കപ്പ് പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കണം. ഇൻ കേസ് ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്താണ് എൻ്റെ അടുത്ത തീരുമാനം. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ബി നമുക്കുണ്ടെങ്കിൽ ഇത് നമ്മളെ ഇത്രത്തോളം ബുദ്ധിമുട്ടിക്കില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം അത്രയും വലിയൊരു ലോണ്, പലരും ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സ് വീട് പണയം വെച്ചിട്ട് ഒക്കെ പോകുന്ന കുട്ടികളാണ്. അപ്പം നമ്മൾ വെറുതെ ടീസ് ചെയ്യാൻ വേണ്ടി ചോദിക്കും, നീ എന്തിനാ പുറത്തു പോയത്, പൈസ ഉണ്ടായി ഇപ്പം എന്താ ചെയ്യുന്ന, ലോൺ അടയ്ക്കാം, നമ്മൾ വെറുതെ ഇങ്ങനെ കളിയാക്കി പറയും. പക്ഷെ ആ കളിയാക്കൽ പോലും ചിലപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആകും. ഇപ്പം നമ്മുടെ അടുത്ത് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്കത് എന്താ ചെയ്യുക, ഇനി വീട്ടിൽ നിന്ന് തരുന്ന ഒരു പ്രഷറും കൂടി ഉണ്ട്. ലോൺ അടച്ചു തുടങ്ങണം, അടുത്ത മാസം മുതൽ ലോൺ അടച്ചു തുടങ്ങണം എന്ന് കൊടുക്കുന്ന ഒരു പ്രഷറും ഉണ്ട്. അപ്പം വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സ്ട്രെസ്സും അവിടെ ആയിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഈ വിദ്യാർത്ഥികളെ എങ്ങനെയാണ് ബാധിക്കുക? അതെന്താ വെച്ചാൽ വീട്ടിൽ നിന്നുള്ള സ്ട്രെസ്സ് ഒരു ഭാഗത്ത്, പിന്നെ അവിടുത്തെ ജീവിതം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും ട്യൂഷൻ ഫീസ്, അതുപോലെ തന്നെ അവിടെ റെൻറ്റ് കൊടുക്കുന്നത്, പിന്നെ അവരുടെ ഡെയിലി എക്സ്പെൻസസ്, ഇതെല്ലാം മീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ ഇനീഷ്യലി 1 or 2 months നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പൈസ കൊണ്ട് അല്ലെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ കിട്ടിയ ലോൺ കൊണ്ടൊക്കെ നമ്മൾ ചെയ്യും. പിന്നീട് അങ്ങോട്ട് ആ പാർട്ട് ടൈം ജോബ് കിട്ടുമല്ലോ, അത് വെച്ചിട്ട് എന്നൊക്കെയുള്ള പ്ലാനിലാണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒന്ന് ഈ നമ്മൾ എങ്ങനെ മുമ്പോട്ടേക്ക് പോകും എന്നുള്ള ചോദ്യം, അതോടൊപ്പമാണ് നമ്മളത് ഷെയർ ചെയ്യാൻ നമുക്ക് പറ്റും നമ്മുടെ ഫാമിലിയുടെ അടുത്താണ്. ആ ഫാമിലിയിൽ അത് ഷെയർ ചെയ്യുമ്പോൾ തിരിച്ചിങ്ങോട്ടേക്ക് ഇതെപ്പോൾ അടച്ചു തുടങ്ങും, ഇവിടെ ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ട്, ഇതിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ട സമയമായി,
ഇല്ലെങ്കിൽ വീട് പോവും എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും സ്ട്രെസ്സിലെത്തിക്കും. അപ്പോൾ അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ് നമ്മൾ ഒന്നും കൂടി ആലോചിക്കണം, ഇത് ഇങ്ങനെ ഒരു ഫേസിലൂടെ ഞാൻ കടന്നു പോവും, അത് പോവുകയാണെന്നുണ്ടെങ്കിലും ഓക്കെ ആയിട്ട് വരുമോ, അതിനുള്ള അത്രയും ഒക്കെ ഒരു വിൽ പവർ എനിക്കുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ബി എനിക്കുണ്ടോ എന്നുള്ളത് ഉറപ്പായിട്ട് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ഒരു പ്ലാൻ ബി ഉണ്ടാക്കി വെച്ചിട്ട് മാത്രമേ ഇതിലേക്ക് നമ്മൾ ഇറങ്ങാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് സ്ട്രെസ്ഫുൾ ആയിരിക്കും ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. വിദേശത്തേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾ ഏത് തരത്തിലുള്ള മാനസിക സമ്മർദ്ദമാണ് നേരിടേണ്ടി വരുന്നത്? പലതരത്തിലുണ്ട്. അതിലിപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു കൾച്ചർ ഷോക്ക്, കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഇഷ്യൂസ് വരും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അക്കാഡമിക് സ്ട്രെസ്, അതായത് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം, നമ്മൾ പഠിച്ച രീതിയും അവിടുത്തെ രീതികളും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്, അപ്പോൾ അത് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. ഫിനാൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത് അടുത്ത കാര്യമാണ്. അതായത് സാമ്പത്തികമായിട്ട് ഈ പറഞ്ഞ പോലെ റെൻറ്റ്, ട്യൂഷൻ ഫീ, നമ്മുടെ ഡെയിലി എക്സ്പെൻസസ് ഇതെല്ലാം മീറ്റ് ചെയ്യുക. അഗെയിൻ നാട്ടിലത്തെ ലോണ് കാര്യങ്ങൾ വരുന്നു, അത് വേറൊരു കാര്യമാണ്. പിന്നൊന്നെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ ലോൺലിനെസ്, ഹോം സിക്നെസ് എന്നൊക്കെ പറയുന്നത്, അതായത് മീനിങ് ഫുൾ കണക്ഷൻസ് ഫോം ചെയ്യുന്നില്ല, ആരുമില്ല എന്ന് പറയുന്നൊരു തോന്നൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് പുറമേ എങ്ങനെയെല്ലാം നമ്മൾ ഈ പറഞ്ഞതുപോലെ കാണിച്ചാലും എനിക്കെല്ലാം ഷെയർ ചെയ്യാൻ, അല്ലെ എന്നെ മനസ്സിലാക്കാൻ, എന്നെ ചേർത്ത് പിടിക്കാൻ ഒരാളില്ല എന്ന് പറയുന്ന ഒരു ഫീൽ എന്ന് പറയുന്ന ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈവൻ ചിലപ്പോൾ നമുക്ക് തോന്നും സെഷൻസ് എടുക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പോലും ഉണ്ടാവാറില്ല പലപ്പോഴും. കാരണം ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ അവിടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അതിനുള്ള റിസോഴ്സസ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും ആലോചിക്കുക, ഇവരൊന്ന് ആ കൾച്ചറൽ ഡിഫറൻസ് ഉള്ള കാരണം നമ്മൾ പറയുന്നത് അവർക്ക് അതുപോലെ കിട്ടുമോ എന്നറിയില്ല, അല്ലെങ്കിൽ ലാംഗ്വേജ് ബാരിയർ, നമ്മുടെ ഇമോഷൻസ് കൺവേ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ലാംഗ്വേജ് ഒരു തടസ്സമാണ്, അതൊക്കെയാണ് ഓർക്കുക. പക്ഷെ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. ഇതിനൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്, തെറാപ്പിസ്റ്റുകൾ തന്നെയാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് ഹെൽപ്പ് സീക്ക് ചെയ്യാൻ മടിക്കരുത് എന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ടാണ് ഈ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതിൽ പുറകോട്ട് വലിക്കുന്ന ഒരു കാര്യം സാമ്പത്തികം മാത്രമാണോ? അല്ല, അത് ഒരു ഫാക്ടറാണ് സാമ്പത്തികം എന്ന് പറയുന്നത്. അങ്ങനെ മാത്രമല്ല, ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു എന്നെ നെഗറ്റീവായി ജഡ്ജ് ചെയ്യുമോ എന്ന് പറയുന്ന പേടി. മറ്റൊന്നെന്ന് പറഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നതിൻ്റെ ആ സ്റ്റിഗ്മ എത്ര കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴും മാറിയിട്ടില്ല എന്നാണ്. അതായത് ഒരു സഹായം സ്വീകരിക്കുമ്പോൾ അല്ലെ ഹെൽപ്പ് സീക്ക് ചെയ്യുമ്പോൾ ഞാൻ വീക്കാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നും എന്ന് പറയുന്നത് അതൊരു മോശം കാര്യമാണെന്ന് ആൾക്കാർ ധരിക്കുകയാണ്. അപ്പോൾ അതല്ല, അത് എനിക്ക് രക്ഷപ്പെടണം എന്ന് പറയുന്ന തോന്നലെന്ന് പറയുന്നത് അതിനുവേണ്ടി നമ്മൾ നടത്തുന്ന ഓരോ ശ്രമങ്ങളും സത്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മൂവാണ്. ഇപ്പോൾ ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ നിൽക്കുന്നു, നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു കഴിവാണ്, അല്ലേ? അത് അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള നമ്മുടെ അറ്റംപ്റ്റ് ആണ് കാണിക്കുന്നത്. നമ്മൾ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണെന്ന് നമ്മൾ തിരിച്ചറിയുക എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൂവാണത്. അവിടെയാണ് മിക്കപ്പോഴും പ്രശ്നങ്ങൾ വരാറുള്ളത്. അതായത് ഈ പുറത്തു പോകുന്ന കുട്ടികളിൽ നമ്മൾ സാധാരണ കണ്ട പലപ്പോഴും ആങ്സൈറ്റി വളരെ കോമൺ ആണ് ഇവർക്ക്. ആങ്സൈറ്റി അതുപോലെ തന്നെ ഡിപ്രഷൻ ഒക്കെ കാണാറുണ്ട്. പക്ഷെ പലപ്പോഴും ഇവരത് റിയലൈസ് ചെയ്യാറില്ല. ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആങ്സൈറ്റിയാണ് അല്ലെങ്കിൽ ഇത് ഡിപ്രഷനാണെന്ന് ഇത്രയൊക്കെ അവയർനെസ് ടോക്കുകൾ കേട്ടിട്ടും നമ്മളത് റിയലൈസ് ചെയ്യില്ല. കാരണം നമുക്ക് തോന്നുന്നത് പെട്ടെന്ന് നമ്മൾ ഭയങ്കര ഹോപ്പ്ലെസ് ആയതുപോലെ, ജീവിതത്തിൽ ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത പോലെ ഭയങ്കരമായിട്ട് നിരാശരാകുന്നു, അല്ലെങ്കിൽ ഉറക്കം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുന്നു. ഇങ്ങനെയൊക്കെ നമുക്കത് അറിയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഞാനീ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് എന്ന് റിയലൈസ് ചെയ്തിട്ട് അതിൽ ഒരു മൂവ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓൺലൈൻ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കുട്ടി പങ്കുവെച്ച ഒരു ഭയങ്കര ഒരു അനുഭവം എന്ന് പങ്കുവെക്കാവോ? ധാരാളം കേസുകൾ അങ്ങനത്തെ വരാറുണ്ട്. അതിൽ പ്രത്യേകം എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് എന്താ വെച്ചാൽ ഈ അക്കാഡമിക് സ്ട്രെസ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ പഠിക്കാൻ ഇവിടെ നാട്ടിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടിയായിരുന്നു. അപ്പം എന്താ വെച്ചാൽ ആ പാരൻസ് ഒക്കെ ട്രെയിൻ ചെയ്ത് വന്നതേ പെർഫെക്റ്റ് ആയിരിക്കുക എന്ന് പറയുന്നിടത്താണ്. അപ്പോൾ അവിടെ ചെല്ലുന്നു, ഒരു പേപ്പർ ഈ കുട്ടി ഫെയിലാവാണ്. അപ്പോൾ ആ പേപ്പർ ഫെയിലാവുമ്പോൾ എന്തുണ്ടാവുമെന്ന് പറഞ്ഞാൽ നമുക്ക് കോഴ്സ് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. കോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഗെയിൻ നമ്മൾ ട്യൂഷൻ ഫീസ് അടയ്ക്കണം. ഇപ്പോൾ ഓൾറെഡി ലോണിലൊക്കെയാണ്. അപ്പോൾ ഇത് ഫാമിലിയോട് പറയാൻ പറ്റുന്നില്ല. അതായത് എങ്ങനെ അവർ കോഴ്സ് കഴിഞ്ഞോ പാരൻസ് ആണെങ്കിൽ വിളിക്കുമ്പോൾ ആകെ ചോദിക്കുന്ന കാര്യം എക്സാം എന്തായി, നല്ല മാർക്കുണ്ടോ, പിന്നെ കിട്ടുമോ, ഗ്രേഡ് എന്താ, ഇത് മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഈ കുട്ടിക്ക് അത് അവരുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടി പലപ്പോഴും സൂയിസൈഡ് ചെയ്താലോ എന്നൊക്കെയുള്ള തോട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അത്തരം കുറേ കേസുകളുണ്ട്. എനിക്കങ്ങനെ ഈ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് കേസ് ഡിസ്ക്ലോസ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയി പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ വളരെ കോമൺ ആണ്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഫെയിലിയർ ഉണ്ടാവുന്നതും, വിസ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരുന്നു, അപ്പം കോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യണം, ഇതിനുള്ള ഓട്ടം, ഇതൊന്നും അത്ര എളുപ്പമല്ല. അതുപോലെ ജോലി കിട്ടാത്ത കേസ് ഒരുപാട് പേര് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നാട്ടിൽ
പിന്നെ ഇവരുടെ ഏറ്റവും വലിയ സ്ട്രെസ്സാണ് ഈ നേരത്തെ ക്രിസ്റ്റീന പറഞ്ഞ എല്ലാവരെയും കാണിച്ചു പോയി, ഞാനിപ്പോൾ ഇവിടെ ഭയങ്കര നന്നായിട്ടാണ് ജീവിക്കുന്നത്, ഭയങ്കര സൗകര്യമായി, ഞാൻ എങ്ങനെ തിരിച്ചു പോകും എന്ന് പറയുന്നത്. അപ്പം ഇതിനെയൊക്കെ ഒന്ന് മറികടക്കാനായിട്ട് നമ്മളൊന്ന് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ ഏറ്റവും ആദ്യത്തെ മൂവ് എന്ന് പറയുന്നത് എന്നെ കൊണ്ട് ആവുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ സപ്പോർട്ട് സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇമോഷണൽ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. അതായത് കൃത്യമായ ഒരു പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇമോഷണൽ ആയിരിക്കുമ്പോൾ ഇതൊന്നും പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഇതൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് നമ്മുടെ പ്രോബ്ലം പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറേ കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. എബ്രോഡ് പോകുന്ന വിദ്യാർത്ഥികൾ നമ്മൾ ചിലർ ഇപ്പോൾ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പ്രണയത്തിലേക്കൊക്കെ എത്തുന്ന ഒരു കണ്ടീഷൻ വരും. അപ്പം അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും പിന്നെ ഇത് രണ്ടുപേരുടെയും എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടി വരികയൊക്കെ ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഈ പ്രണയം അല്ലെങ്കിൽ ഈ ബന്ധം തകരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായി കടന്നു പോകുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഒക്കെ വന്ന എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് മോശമാണെന്നല്ല, ചിലപ്പോൾ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള കണക്ഷൻ നമുക്ക് അങ്ങനെ ആയിരിക്കും. നമ്മൾ ജീവിതത്തിൽ വളരെ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്തൊക്കെ ആയിരിക്കാം നമ്മുടെ ജീവിതത്തിൽ വളരെ അർത്ഥമുള്ള ചില ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ ഉണ്ടായതാവാം. പക്ഷേ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇത്തരം സ്ട്രഗിൾ ഉണ്ട് അല്ലേ? അപ്പം അത് എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. അതായത് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സാധനം ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്ക് മുമ്പോട്ട് ജീവിക്കാനുള്ളത് രണ്ടുപേരും വർക്ക് ചെയ്യുക എന്നുള്ളതും എങ്ങനെ മുമ്പോട്ടേക്ക് ജീവിക്കണം, ലൈഫ് പ്ലാൻ ചെയ്യുക എന്നുള്ളതൊക്കെ അവരുടെ കയ്യിലാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവുന്ന ബന്ധങ്ങളെല്ലാം മോശമാവണമെന്നോ തെറ്റാണോ അല്ലെങ്കിൽ വളരെ ഉപരിപ്ലവമായിട്ടുള്ള ബന്ധങ്ങളാവണമെന്നോ ഒന്നുമില്ല. അതിനും ആഴത്തിലുള്ള ബന്ധങ്ങൾ അങ്ങനെയും ഉണ്ടാവാം. പക്ഷേ ചില സമയത്ത് സാഹചര്യങ്ങൾ മാറി വരുമ്പോൾ ഇത് ചിലപ്പോൾ തകർന്നു പോവാം. ആ തകർന്നു പോകുന്നത് മറ്റുള്ള സ്ട്രെസ്സിൻ്റെ കൂടെ ഒരു ആഡ് ഓൺ ഒന്നും കൂടെ വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അത്തരം കേസുകൾ ധാരാളം ഉണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ പലരോടും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആസ് എ സൈക്കോളജിസ്റ്റ് അങ്ങനത്തെ കഥകൾ ധാരാളം കേൾക്കാറുണ്ട്, പറ്റുന്നത് പോലെയൊക്കെ ഹെൽപ്പ് ചെയ്യാറുമുണ്ട്. പലതരത്തിലുള്ള ബന്ധങ്ങളായിരിക്കും. ചിലപ്പം ടോക്സിക് പേഴ്സൺ ആയിരിക്കാം, ചിലപ്പോൾ നാർസിസ്റ്റ് സ്വഭാവമുള്ള ഒരാളായിരിക്കാം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അങ്ങനെ, എനിക്ക് തോന്നുന്നില്ല നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ടൊന്നും റിലേഷൻഷിപ്പ് തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ റിലേഷൻഷിപ്പ് തുടങ്ങുന്ന അതിൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് നമ്മൾ പരിചയപ്പെടുന്ന ഒരു ഫേസ് അല്ലേ? ആ ഫേസിൽ നമ്മൾ രണ്ടുപേരും സ്വാഭാവികമായിട്ടും നമ്മുടെ ഏറ്റവും നല്ല വശങ്ങൾ മാത്രമേ കാണിക്കുകയുള്ളൂ. എന്നാൽ പോലും പോകെ പോകെ ആ ബന്ധം നമ്മൾ കുറച്ചുകൂടെ, അതായത് ഇൻറ്റൻറ്റ് എന്താണ്, രണ്ടുപേരുടെയും നീഡ് എന്താണ്, ഇൻറ്റൻറ്റ് എന്താണ്, അല്ലെങ്കിൽ ഒരു പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ, ഒരു ഇമോഷണൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ, ഒരു സേഫ്റ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, കൺസിസ്റ്റൻസി ഉണ്ടോ ബിഹേവിയറിൽ, ഇത്തരം കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതെല്ലാം ഫീൽ ചെയ്യുമ്പോഴാണ് സത്യത്തിൽ ആ ബോണ്ട് കുറേ കൂടെ സ്ട്രോങ് ആകുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പം ഇങ്ങനത്തെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ പോകുമ്പോൾ റിലേഷൻഷിപ്പും കൂടെ വരുന്നു എന്ന് പറയുന്നത്, അത് ശരിക്കും നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന ഒരാളെ കാണുകയും അല്ലെ അവരുടെ കൂടെ സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന കെമിക്കൽ കൂടുതൽ റിലീസാവും എന്നാണ് പറയുന്നത്. ഓക്സിറ്റോസിൻ പിന്നെ ബോണ്ടിങ് ഹോർമോണാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സ്ട്രെസ്സ് കുറയും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ മേ ബി സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള ഒരു വഴിയായിട്ട് ഇത് ചിലപ്പോൾ സഹായിക്കുന്നുണ്ടാവാം. അപ്പം അതുപോലെ നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് വിവാഹത്തിന് ശേഷം പാർട്ട്ണറുടെ ഒപ്പം മൈഗ്രേറ്റ് ചെയ്യുന്ന പങ്കാളി. അപ്പം അത് ഒന്നാമത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ജോലി കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ വിവാഹം കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സും കൂടെ ഉണ്ടല്ലോ സിംഗിൾ ലൈഫിൽ നിന്ന്. അപ്പം അത്തരത്തിലുള്ള ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് എപ്പോഴും നമ്മൾ വിവാഹം കഴിഞ്ഞ് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ, വിവാഹം പ്രത്യേകിച്ച് ഇമ്മീഡിയറ്റ്ലി ആണ് നമ്മൾ മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് രണ്ട് സ്ട്രെസ്സാണ് ക്രിസ്റ്റിന പറഞ്ഞ പോലെ. ഒന്ന് ആ വിവാഹ ജീവിതമായിട്ട് നമ്മൾ പൊരുത്തപ്പെടാൻ എടുക്കുന്ന സമയം, മറ്റൊന്ന് ആ നാടുമായിട്ടും. എപ്പോഴും നമുക്കൊരു എന്താ പറയുക, ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ലോകം എന്ന് പറയുന്നത് ഒരു മനുഷ്യനിലേക്ക് ചുരുങ്ങിപ്പോകുമ്പോഴാണ് പലപ്പോഴും ബുദ്ധിമുട്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹവും പങ്കാളിയും എന്ന് പറയുന്നത് നമ്മൾ വളരെ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു ഫേസിൽ കൂടിയും നമ്മുടെ ബന്ധങ്ങളും അല്ലെങ്കിൽ സൗഹൃദങ്ങളും ഒക്കെ കൂടെ നിർത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയിലേക്ക് മാത്രം ഡിപ്പെൻഡൻ്റ് ആയി പോവാതിരിക്കും. അപ്പോൾ പാരലലി നമ്മൾ നമ്മുടേതായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ലോൺലിനെസ്സിനെ നമ്മൾ അഭിമുഖീകരിക്കാനായിട്ട് ഒരു സൈഡ് എന്ന് പറയുന്നത് സ്വയം സന്തോഷം കണ്ടെത്താനുള്ള വഴികൾ കാണുക എന്നുള്ളതാണ്. അത് നാട്ടിലായിരുന്നാലും പുറത്തായിരുന്നാലും എൻ്റെ എന്ന് പറയുന്ന ഒരു സ്പേസ് നമുക്ക് വേണം. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്പേസാണ്. അപ്പോൾ അത് മറ്റേയാൾക്ക് കൊടുക്കുകയും വേണം.
ആ ഒരു സ്പേസ്. ആ സ്പേസിൽ നിന്നുകൊണ്ട് നമുക്ക് ഫ്ലറിഷ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിലേക്ക് നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജോലി കണ്ടുപിടിക്കാൻ എടുക്കുന്ന ഒരു സ്ട്രെസ്സും ഭയങ്കര കൂടുതലായിരിക്കുമല്ലോ. അപ്പം നമ്മൾ സെൽഫായിട്ട് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത്. അറിയില്ലാത്തൊരു കാര്യം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക, സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മറ്റൊന്ന്, നമ്മുടെ പാരൻസ്, ഇപ്പം ഇവിടെയുള്ള പാരൻസിനൊന്നും വിദേശത്തേക്ക് മക്കൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യണമെന്നറിയില്ല. ചിലപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ജനറേഷനിലുള്ള ഫ്രണ്ട്സ് പറയാറുണ്ട്, ഞാൻ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അതിന് ഹെൽപ്പ് സീക്ക് ചെയ്യുന്നുണ്ട് എന്ന് വീട്ടിൽ പറഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാവില്ല എന്ന് പറയാറുണ്ട്. അപ്പം നമ്മുടെ പാരൻസിനോട് എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? പാരൻസിൻ്റെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീട് എന്ന് പറയുന്നത് ഫിസിക്കലി എത്ര ദൂരെ ആയിരുന്നാലും ഇമോഷണലി അവൈലബിൾ ആയിരിക്കുന്ന ഒരിടമായിരിക്കണം. അതായത് നമുക്ക് ഏത് സങ്കടത്തിലും ഏത് സ്ട്രെസ്സിലും വന്നു കയറാൻ പറ്റുന്നൊരു സ്ഥലം. അതായത് എനിക്ക് ലോകത്ത് അങ്ങനെ ഒരിടം എല്ലാവർക്കും വേണം. നമ്മൾ പറയില്ലേ ചില മനുഷ്യർ വീട് പോലെയാണെന്ന്. അപ്പോൾ വീട് ഒരു മനുഷ്യനെ പോലെയും കൂടി ആവണം. ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ ജഡ്ജ് ചെയ്യാത്ത, പിന്നെ നമ്മളെ പൂർണ്ണമായിട്ട് നമ്മളായി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പാരൻസ് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ, ഈ കുട്ടിയെ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലെ പോലെ നമ്മൾ വിളിക്കുമ്പോൾ കുറേ കൂടെ എന്താണ് നിൻ്റെ ഗ്രേഡ് എന്തായി, എക്സാം എന്തായി, ഇത്തരം കാര്യങ്ങളോടൊപ്പം തന്നെ ഇറ്റ്സ് ഓക്കെ, യു ആർ ഡൂയിങ് ഗുഡ്, ഓക്കെ നീ തിരിച്ചു വന്നാലും ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഉറപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ പൊരുതി നിൽക്കാനുള്ളൊരു സ്ട്രെങ്ത് കൊടുക്കും. നിനക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങളിവിടെ ഉണ്ട്, പേടിക്കണ്ട എന്ന് പറയുന്നൊരു ഉറപ്പാണ് അവിടെ കൊടുക്കേണ്ടുന്നത്. നമുക്കിവിടെ ബുദ്ധിമുട്ടുകളുണ്ട്, അത് അറിയിക്കേണ്ട എന്നല്ല, പക്ഷേ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് എനിവേ നീ പോയി, ഇനി നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് അത് തീർക്കും എന്ന് പറയുന്നൊരു ധൈര്യം കൊടുക്കുന്ന, അത് ആ ഒരു റീഅഷുറൻസ് കൊടുക്കുന്നത് വലിയ സ്ട്രെങ്താണ്. അപ്പോൾ കുട്ടികളെ കൂടുതൽ അപകടത്തിലേക്ക് പോവാതെ കുറെ കൂടെ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട്, മാനസികമായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനിയും ഇവിടുന്ന് കുട്ടികൾ വിദേശത്തേക്ക് പോകാൻ താല്പര്യം കാണിക്കുന്നുണ്ട്, ഇപ്പോഴും അത്തരം പേപ്പർ വർക്കുകളൊക്കെ കൂടുതലായി നടക്കുന്നുണ്ട്. അത്തരം പ്ലാനിങ് നടത്തുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? നമ്മൾ വിദേശത്തേക്ക് പഠിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് ഉറപ്പിക്കണം, ഇത് പഠിക്കുക അല്ലെങ്കിൽ എൻ്റെ ഹയർ എഡ്യൂക്കേഷൻ തന്നെയാണ് എൻ്റെ ഗോൾ എന്ന്. അല്ലാതെ നമുക്കൊരു നാട് കാണാനോ അവിടെ കുറച്ച് നാൾ താമസിക്കാനോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് ഇല്ലേ? അപ്പോൾ അന്നേരം നമ്മളൊരു വിസിറ്റ് വിസ എടുത്ത് പോയാൽ മതി. ഇവിടെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ജോലി ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. അതല്ല, എനിക്ക് പഠനം തന്നെയാണ് ഉദ്ദേശം, അല്ലെങ്കിൽ അവിടെ ജോലിയാണ് എൻ്റെ ഉദ്ദേശം, ഞാൻ അതുമായിട്ട് ഓക്കെ ആവും എന്ന് പറയുമ്പോൾ നമ്മളുടെ മുമ്പിൽ ഇന്ന സ്ട്രഗിൾസ് ഞാൻ ഫേസ് ചെയ്തേക്കാം, ഇതാണെങ്കിൽ പോലും എന്ത് ജോലിയും ചെയ്യാൻ ഞാൻ മാനസികമായിട്ട് തയ്യാറാണ്, ഓക്കെ എന്ന് പറയുന്നൊരു ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ടേക്ക് ഒരു സ്റ്റെപ്പ് വയ്ക്കാവൂ. പോകുന്നതിന് മുമ്പ് ബാക്കി കാര്യങ്ങൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. എവിടേക്കാണ് പോകുന്നത്, ആ സ്ഥലം, പിന്നെ ഏത് യൂണിവേഴ്സിറ്റിയാണ്, ആ കോഴ്സ് റെക്കഗ്നേഷൻ ഉള്ളതാണോ, ഇതിന് മുമ്പ് അവിടെ പഠിച്ചിട്ടുള്ള കുട്ടികളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ അവരെ കണക്ട് ചെയ്യുക. എന്താണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ, ജോലി കിട്ടാനുള്ള എളുപ്പം, കാര്യങ്ങൾ, ഇതെല്ലാം ഓൾറെഡി നമ്മളൊരു നല്ലൊരു റിസർച്ച് നടത്തി അതിൻ്റെ ഫൈൻഡിങ് കയ്യിൽ കിട്ടിയിട്ട് വേണം മുമ്പോട്ടേക്ക് പോകാൻ. കാരണം സമയമെടുത്ത് ചെയ്താൽ മതി. അത് പെട്ടെന്ന് തിരക്ക് വെച്ച് ഞാൻ എൻ്റെ +2 കംപ്ലീറ്റ് ചെയ്തു, നെക്സ്റ്റ് ഞാൻ വിത്തിൻ 3 months എനിക്ക് പോകണം, 6 months എനിക്ക് പോകണം എന്ന് പ്ലാൻ ചെയ്യേണ്ട. ആ ഒരു സമയം നമുക്ക് ആ റിസർച്ചിനുള്ള സമയം എടുത്ത് അന്വേഷിച്ചിട്ട് ഓക്കെ ഇതെനിക്ക് ഓക്കെ ആയിരിക്കും എന്ന് തോന്നുമ്പോൾ മാത്രം ആ മൂവ് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ജോലിക്ക് പോകുന്ന കുട്ടികൾക്ക് എല്ലാ ജോലിയും ചെയ്യാനുള്ള ഒരു താല്പര്യക്കുറവുണ്ടാവുമല്ലോ, ആ ഒരു ദുരഭിമാനത്തിൻ്റെ ഭാഗമാണ്, അത് നമ്മുടെ ഒരു സൊസൈറ്റി കൊടുക്കുന്ന ഒരു ഇൻപുട്ടിൻ്റെ കൂടെ ഭാഗമാണ്. രണ്ടുമുണ്ട്. അതായത് ദുരഭിമാനം, ഇതെല്ലാം സത്യം പറഞ്ഞാൽ എല്ലാം കൂടിച്ചേർന്ന ഒരു കാര്യമാണെന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ അറിയാതെ വന്നു പോകുന്ന ഒരു ഹൈറാർക്കിയും കാര്യങ്ങളും ഉണ്ടല്ലോ, അതിൽ റോളുണ്ട്. അപ്പോൾ പലപ്പോഴും ഇപ്പം ഞാൻ പുറത്ത് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഞാൻ എല്ലാത്തരം ജോലിയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ട്, വൃദ്ധസദനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ ചെയ്യാനാണോ നീ അവിടെ പോയതെന്ന്. അപ്പോൾ അതിൽ കാര്യമില്ല, നമ്മൾ എന്ത് ജോലി ചെയ്യുന്നതെന്നുള്ള ആ ചെയ്യുന്ന ജോലി അതിനൊരു പേർപ്പസ് ഉണ്ട്. പിന്നെ അതിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാന്നേ ഉള്ളൂ. നമ്മുടെ കാര്യങ്ങൾ നടത്തി പോകാനായിട്ട് ഈ ജോലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാന്യമായിട്ടുള്ളൊരു ജോലിയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ മാനസികമായിട്ട് തയ്യാറെടുക്കുക. ആളുകൾ എന്ത് പറയും എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. അപ്പോൾ പലപ്പോഴും വിമുഖത തോന്നുന്നത് എനിക്ക് തോന്നുന്നു അവരെന്ത് പറയും, ഇവരെന്ത് പറയും, ഇത് ഞാൻ ചെയ്താൽ എന്നൊക്കെയുള്ള ചിന്തയാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിവേ നമ്മൾ പുറത്തേക്കതില്ല. അവിടേക്കൊന്നും ചെല്ലുമ്പോൾ കുട്ടികൾക്കോ ആളുകൾക്കോ ഒന്നും, നമ്മളെ എടുക്കുന്ന സ്ഥാപനത്തിലെ മറ്റുള്ള നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്കോ ഒന്നുമില്ല. അവർക്കറിയാം പഠിക്കുന്ന കുട്ടിയാണ്, പാർട്ട് ടൈം ജോബാണ് ചെയ്യുന്നത്, അവർ ഏൺ ചെയ്യുന്നുണ്ട്, അവരുടെ ലിവിങ്ങിനുള്ളത് ഉണ്ടാക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ആ റെസ്പെക്റ്റ് നമുക്ക് കിട്ടും. അപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ അവിടേക്ക് ക്യാമറ വയ്ക്കുമ്പോഴാണ് ഈ പ്രശ്നം.
അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് സൈക്കോളജിസ്റ്റ് ആർ ദിവ്യശ്രീ ആയിരുന്നു. വളരെ നന്ദി മാം ഇത്രയും കാര്യങ്ങൾ നമ്മളുമായി പങ്കുവച്ചതിന്. താങ്ക് യു ക്രിസ്റ്റീന.